ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന കാര്യം ശത്രുദോഷം എന്നാണ്. പലരും വിളിച്ചു ചോദിക്കുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ശത്രുദോഷമുണ്ട്, അതിന് പരിഹാരം എന്താണ് ചോദിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ശത്രുദോഷം പല വിധത്തിൽ വരാം. ശത്രുദോഷം കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും നടക്കാത്തത്, അല്ലെങ്കിൽ തൊട്ടടുത്ത ആരെങ്കിലും അയൽവാസികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കണ്ടാൽ മിണ്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ അവൻ നമ്മുടെ ശത്രുവായി മാറി എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ശത്രുതാ മനോഭാവം ചിലപ്പോൾ ആളുടെ കണ്ടെന്ന് വരും എന്ന് വിചാരിച്ച് അവർ നിങ്ങൾക്ക് കൂടോത്രവും മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ജ്യോതിഷ വിധിപ്രകാരം ശത്രുദോഷം ഏറ്റിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് അതിനുള്ള മാർഗങ്ങളുണ്ട്. കൂടുതലും ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ശത്രുദോഷം 6-ാം ഭാവം കൊണ്ടാണ് ശത്രുദോഷം നമ്മൾ കണക്കാക്കുന്നത്. അതായത് ലഗ്നത്തിൻ്റെ 6 അല്ലെങ്കിൽ ചന്ദ്രാലോ 6, ലഗ്നാലും ചന്ദ്രാലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ 6-ാം ഭാവം ശത്രുവിൻ്റെ ഭാവമാണ്. അതുമാത്രമല്ല രോഗത്തിൻ്റെ ഭാവമാണ്, കള്ളന്മാരുടെ ഭാവമാണ് 6-ാം ഭാവം. അപ്പോൾ 6-ാം ഭാവത്തെ കൊണ്ട് നമുക്ക് ശത്രുവിനെ കാണാം. ഭദ്രകാളിക്കും ശിവനും വഴിപാട് നടത്തണം. രണ്ടുപേരും ശത്രു സംഹാരമൂർത്തികളാണ്. പക്ഷേ എല്ലാ ശിവനും ശത്രു സംഹാരം എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ശത്രു സംഹാരമൂർത്തിയല്ല എല്ലാ ശിവനും. അഘോരഭാവത്തിലിരിക്കുന്ന ശിവൻ ശത്രുവിനെ സംഹരിക്കും. അപ്പോൾ അതാണ്. പിന്നെ മറ്റൊന്ന് നരസിംഹമൂർത്തി ഇല്ലേ. നരസിംഹമൂർത്തി ഉടലെടുത്ത് തന്നെ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പം നരസിംഹമൂർത്തിക്ക് വഴിപാട് നടത്താം. പിന്നെ അതുകൂടാതെ ദുർഗാദേവിക്ക് വഴിപാട് നടത്താം. ദുർഗാദേവിക്ക് വഴിപാട് നടത്താം. പിന്നെ ചോറ്റാനിക്കരമ്മ ഇല്ലേ. ചോറ്റാനിക്കരമ്മ ശത്രു സംഹാര ദേവിയാണ് അല്ലേ. 3 ഭാവത്തിലല്ലേ ദേവിയുടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ ഒന്ന് ഭദ്രകാളിയൻ. അപ്പോൾ ഭദ്രകാളി ദേവിക്ക് ചോറ്റാനിക്കരമ്മയ്ക്ക് വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള മോചനം കിട്ടും. പിന്നെ കൊടുങ്ങല്ലൂരമ്മക്ക് വഴിപാട് നടത്താം. ശത്രുത ഇല്ലാതാക്കുന്ന ദേവിയാണ് ഇല്ലേ. കൊടുങ്ങല്ലൂരമ്മയുടെ ഉത്ഭവം തന്നെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നതാണ്. കൂടാതെ ലളിത സഹസ്രനാമം നിങ്ങൾ പതിവായി വീട്ടിൽ ചൊല്ലിയാൽ ഒരു ശത്രുവും നിങ്ങൾ അടുക്കില്ല. ലളിത സഹസ്രനാമം ഇല്ലേ. ദേവിയുടെ 1008 സ്തുതികൾ ലളിത സഹസ്രനാമം നിങ്ങൾ ചൊല്ലാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കാളിദേവിക്ക്, അതായത് ഭദ്രകാളിക്ക് ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത്. അതേപോലെ തന്നെ അഘോരമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശിവന് അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുകൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് സമയദോഷം കൊണ്ടാണ് ഇതൊക്കെ വന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 പക്കപ്പിറന്നാളിന് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ ശത്രുദോഷം ഏറ്റിട്ടുണ്ടെന്ന് സ്വയം തീരുമാനിക്കാതെ നല്ലൊരു ജ്യോത്സ്യനെ സമീപിച്ച് അതിനുള്ള പരിഹാരങ്ങൾ എഴുതി മേടിക്കാം. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.